മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ പ്രതികരണവുമായി ജോസ് കെ മാണി MP. വനം വകുപ്പിന് വനത്തിനകത്ത് മാത്രം ഉത്തരവാദിത്വം മതി. പുലി ചാടിയാൽ സ്വയരക്ഷയ്ക്ക് ഫോറസ്റ്റിന് വെടിവെക്കാം, കേസില്ല. എന്നാൽ സ്വന്തം സ്ഥലത്ത് കർഷകൻ കെണിവെച്ചാൽ കേസ്. കാടിന് പുറത്തുള്ള മനുഷ്യനാണോ അതോ മൃഗത്തിനാണോ സംരക്ഷണം നൽകേണ്ടതെന്നും ജോസ് കെ മാണി. ഞാൻ കാണുന്നത് ഒരു വന്യമൃഗം പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ടൊരു കാര്യമില്ല. അത് തെറ്റാണ് അവരെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവരുടെ ഉത്തരവാദിത്വം ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള, അവർക്കൊരു ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്നത് വന്യമൃഗത്തിനെ സംരക്ഷിക്കണമെന്നാണ്. അവിടെയാണ് ഒരു ചോദ്യം വേണ്ടത്. അവർക്ക് വനത്തിനകത്ത് ഉത്തരവാദിത്വം കൊടുക്കുക, നോട്ട് വനത്തിൻ്റെ പുറത്തല്ല ഉത്തരവാദിത്വം കൊടുക്കേണ്ടത്. അപ്പോൾ ഈ നിയമ ഭേദഗതിയിൽ കൂടെ പറ്റുള്ളൂ. അവിടെ ഒരു പരിമിതിയിൽ അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, നിയമത്തിൻ്റെ കാര്യത്തിൽ അത് ചോദ്യമായിരിക്കാം, പക്ഷേ വന്യമൃഗം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അതിനെ വെടിവെച്ച് കൊല്ലുക തന്നെയാണ് വേണ്ടത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നു. ശരത്, ഒരു മലയോര ജനതയുടെ പൊതുവികാരമാണ് ഏതായാലും ജോസ് കെ മാണി പങ്കുവയ്ക്കുന്നത്. അതിനകത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ, വനത്തിന് പുറത്തേക്ക് മൃഗം എത്തിയാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അല്ല വിളിക്കേണ്ടത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പടി കടന്നിട്ട്. ഒരുപക്ഷെ ഈ അടുത്തിടെ ഉണ്ടായ കേസുകൾ തന്നെയായിരിക്കും അദ്ദേഹത്തെ ഇത്തരത്തിൽ പറയാൻ പ്രേരിപ്പിച്ചത്, അല്ലേ? ഏതായാലും ഈ വിഷയത്തിൽ കേരള കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന് മേൽ എന്തെങ്കിലും സമ്മർദ്ദമുണ്ടാകുമോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? ലക്ഷ്മി, സംസ്ഥാന സർക്കാരിനുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് ജോസ് കെ മാണിയുടെ ഈ പ്രതികരണം. കാരണം വനം വകുപ്പിൽ തനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. ഒരു മൃഗം അല്ലെ വന്യമൃഗം നാട്ടിലേക്ക് ഇറങ്ങിയാൽ അത് വനം വകുപ്പിനെ വിളിച്ചിട്ട് വനം വകുപ്പിന് ഇതിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന നിസ്സഹ അവസ്ഥയാണ് വളരെ വ്യക്തമായിട്ട് ജോസ് കെ മാണി പറഞ്ഞിരിക്കുന്നത്. അതായത് വനത്തിന് പുറത്തിറങ്ങുന്ന വിഷയങ്ങളിൽ, വന്യമൃഗത്തിൻ്റെ വിഷയങ്ങളിൽ ഇടപെടേണ്ടത് വനം വകുപ്പല്ല. വളരെ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വനത്തിനുള്ള സംരക്ഷണമാണ് വനം വകുപ്പിൻ്റേത്. ഇപ്പോൾ നിലവിൽ സംഭവിക്കുന്നത് വനം വകുപ്പ് പുറത്തിറങ്ങിയിട്ടുള്ളാണ് കേസുകൾ, മലയോര കർഷകർക്കെതിരെ കേസുകൾ എടുക്കുന്നു. ഇതാണ് ജോസ് കെ മാണിയെ പ്രകോപിപ്പിച്ചത്. ഏതായാലും നാളെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ജോസ് കെ മാണി MLA-മാരടക്കമുള്ള പാർലമെൻറ്റ് മാർച്ച് ഡൽഹിയിലുണ്ട്. സ്വാഭാവികമായിട്ടും ഈ തരത്തിൽ വന നിയമവധി ഭേദഗതിയോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു പ്രകടനം കൂടി മാറും. കാരണം കേരളത്തിൽ LDF-ൻ്റെ ഭാഗമായിരിക്കുന്ന ജോസ് കെ മാണിക്ക് കേരളത്തിൽ ചിത്രം ഒരു പരസ്യപ്രതികരണം നടത്താൻ കഴിയാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു പ്രതികരണവും കൂടി ജോസ് കെ മാണി ഡൽഹിയിൽ നടത്തിയത്. ഏതായാലും വനം വകുപ്പിനെ കുറിച്ച് തൻ്റെ പരാതികളൊന്നും തനിക്കില്ല. കാരണം അവർക്ക് മൃഗങ്ങളെ നോക്കിയാൽ മാത്രം മതി, അതാണ് തൻ്റെ നിലപാട് എന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയോട് പറഞ്ഞു എന്ന് നമ്മളോട് പറയുന്നുണ്ട്. ഏതായാലും ഏത് വന്നാൽ ലക്ഷ്മി, അത്തരമൊരു മലയോര ജനതയുടെ പേരിൽ ഒരു കടന്ന കൈക്കന്നെ ഒരു ഏറ്റുമുട്ടൽ തന്നെ, അത് എവിടെയായാലും കേന്ദ്രമായാലും സംസ്ഥാനമായാലും തങ്ങൾ തയ്യാറാണ് എന്നൊരു സന്ദേശമാണ് ജോസ് കെ മാണി നമുക്ക് നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ തരത്തിൽ ഒരു മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതൊരു വലിയൊരു വിഷയമാണ്. ഇക്കാര്യത്തിൽ വനം വകുപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ്. എന്തെങ്കിലും നടപടി സംസ്ഥാന സർക്കാരിന് ഉണ്ടായിട്ടില്ലെങ്കിൽ അത് അടുത്ത UDF LDF യോഗത്തിലേക്ക്, ഒരു കൂറുമാറ്റത്തിലേക്ക് പോലും ജോസ് കെ മാണിയിൽ എത്തിച്ചേക്കാമെന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും സംസ്ഥാന സർക്കാരുമായി തൻ്റെ വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ ഉള്ള ഒരവസരം കൂടിയായി മാറ്റിയിരിക്കുകയാണ് ഈ മനുഷ്യ വന്യജീവി സംഘർഷം. ലക്ഷ്മി, ഏതായാലും ഈ വന്യജീവി വിഷയത്തിൽ ജോസ് കെ മാണി അടക്കമുള്ളവർ വല്ലാതെ അതൃപ്തരാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നടപടികളിൽ, പ്രത്യേകിച്ചും വനം വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തരാണ് എന്ന് പലതവണ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായി. ഇപ്പോൾ അദ്ദേഹം ഒരു പടി കൂടി കടത്തി കാര്യങ്ങൾ പറയുകയാണ്. വനം വകുപ്പിന് ഉത്തരവാദിത്വം വനത്തിനകത്ത് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജോസ് കെ മാണി. വിവരങ്ങൾ നൽകുകയായിരുന്നു ശരത് ലാൽ ഡൽഹിയിൽ നിന്ന്.